ഇതാണ് കേട്ടോ നമ്മളെ വിഷു സദ്യൻ്റെ ഒരുക്കങ്ങൾ. ഒരു കുഞ്ഞു സദ്യയാണ്, കുറേ വിഭവമൊന്നുമില്ല. അവിയലും ഓലനും പിന്നെ ഗോസിൻ്റെ ഉപ്പേരിയും ക്യാബേജ് ഉപ്പേരിയില്ലേ അതും, പിന്നെ അത് സാമ്പാർ. സാമ്പാർ എനിക്ക് അത്ര ശരിയാവില്ല, ഞാൻ സാമ്പാർ ഉണ്ടാക്കാറില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയ സാമ്പാറാണ് കേട്ടോ അത്. പിന്നെ ഇഞ്ചിപ്പുളി, നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇഞ്ചിപ്പുളി. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന മാങ്ങാച്ചാറില്ലേ, 3-4 ദിവസമൊക്കെ ഇരിക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല പുറത്ത് വെക്കുകയാണെങ്കിൽ 3 അല്ലെങ്കിൽ 4 ദിവസം അത്രയൊക്കെ തന്നെ, അല്ലെങ്കിൽ പിന്നെ കേടുവരും. പിന്നെ പഴം പുഴുങ്ങി. പിന്നെ എനിക്ക് നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ കൂടുതലും ശരിയാവാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയ നെയ്യപ്പം നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഷേപ്പൊക്കെ പിന്നെ സോഫ്റ്റ്, ഓവർ മുരുന്നൊന്നും ഇല്ലാതെ കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മതി. അപ്പോൾ നെയ്യപ്പത്തിന് വന്നിട്ട് നമ്മൾ 2 കപ്പ് പച്ചരി ഒരു 5 മണിക്കൂർ 5-6 മണിക്കൂർ കുതിർത്തിയിട്ടുണ്ടാവും. കുതിർത്തിയതിന് ശേഷം അതും കുറച്ച് ഏലക്കായും ഇട്ടിട്ട് നല്ല കുറച്ച് തരിതരിപ്പായി അരച്ചെടുക്കുന്ന ശർക്കര ഉരുക്കിയിട്ട് ലൈറ്റ് ചൂടിൽ അത് ഒഴിച്ചിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. മധുരത്തിന് ആവശ്യം, ഞാൻ അങ്ങനെ ശർക്കരേൻ്റെ കണക്ക് നോക്കാറില്ല. അത് ശർക്കര അങ്ങനെ ഉരുക്കിയിട്ട് എനിക്ക് മധുരത്തിന് ആവശ്യമുള്ളത് ഞാൻ നോക്കി അങ്ങനെ ഒഴിക്കിയിട്ടാണ് ചെയ്യുന്നത്. അത് കാരണം ഞാൻ ശർക്കരേൻ്റെ അത് പറയാത്തത്. അങ്ങനെ അത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എള്ള് ഇടുക, പിന്നെ തേങ്ങാക്കൊത്ത് വന്ന് നെയ്യിൽ വറുത്തിടുക, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ചുടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് ചുടുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് ആദ്യം ചുട്ടത് അങ്ങനെ ഷേപ്പൊന്നും അത്ര ശരിയായില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടാ, ഒരു 2-3 നെയ്യപ്പം ചുട്ടതിന് ശേഷം വീണ്ടും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത്. അപ്പോൾ മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി തന്നെ ചേർക്കാം. പക്ഷെ എനിക്ക് മൈദ ചേർത്തപ്പോൾ ഇതുപോലെ നല്ല ഷേപ്പിൽ കിട്ടിയത്. കഴിക്കുമ്പോൾ ടേസ്റ്റും ഉണ്ട്, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കറുമുറാന്നില്ലാത്ത പോലെ നല്ല രീതിയിലുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയൊരു നെയ്യപ്പമാണ് അത്. പിന്നെ രസം, അതും എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ രസമാണ്. ഞാൻ ഉണ്ടാക്കി അത്ര പോരാന്ന് പറയും. അപ്പം അത് കാരണം ഹസ്ബൻഡ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മൾ അടപ്രഥമൻ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അടപ്രഥമൻ എങ്ങനെയുണ്ട്, പാല് തിളപ്പിച്ച് അങ്ങനെ കളർ മാറ്റിയെടുത്തത്, നമ്മൾ കാരമൽ ചേർക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് അവിയലും ഉപ്പേരി പച്ചടിയും, പച്ചടിയും പിന്നെ നമ്മൾ ഓലനില്ലേ, ഓലൻ കുറച്ച് കളർ മാറി എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ എന്തോ വേവിച്ചെടുത്ത പാത്രത്തിൽ തന്നെ നമ്മൾ സോപ്പിടാതെ വെറുതെ നമ്മൾ കഴുകിയെടുത്തിട്ട് വെച്ച കാരണം പിന്നെ കുറച്ച് നേരം വേവിക്കുകയും ചെയ്തു. അപ്പം അത് അങ്ങനെ ആയതുകൊണ്ട് എന്തോ കളർ ലേശം ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ സദ്യക്കുള്ള കുഞ്ഞ് സദ്യക്കുള്ള വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം ചോറ് ആവണം, ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോറായതിന് ശേഷം നമ്മൾ ഇലട്ടിട്ട് ഇതൊക്കെ വിളമ്പി കഴിക്കണം, പപ്പടം ചേർത്ത് കഴിക്കുന്നത്. വെളിച്ചത്തിൻ്റെ കളർ കാണുന്നുണ്ട്. അതുപോലെ എനിക്ക് ഇപ്രാവശ്യം ഉണ്ടാക്കിയ എൻ്റെ മാങ്ങാച്ചാറ് ഇഞ്ചിപ്പുളി നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ കുഞ്ഞ് സദ്യേൻ്റെ വിഭവങ്ങൾ.